CPM-ലെ ആ നേതാവ് ആരാണ്? ആരാണ് ആ BJP നേതാവ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമിയായി വരുന്നത് ആരാവും? കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒതുക്കി തീർത്ത ഗർഭ പീഡന കേസുകളിൽപ്പെട്ട നേതാക്കളുടെ നെഞ്ച് പടപടാന്ന് ഇടിക്കുന്നുണ്ടാവും. വാർത്തയറിഞ്ഞാൽ കേരളം ഞെട്ടുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തുറന്ന വെല്ലുവിളി തന്നെയായിരുന്നു പ്രതിപക്ഷ നേതാവ് നടത്തിയത്. വേണമെങ്കിൽ ഭീഷണിയുടെ പട്ടികയിലും പെടുത്താം. കണ്ടോൺമെന്റ് ഹൗസിലേക്ക് BJP-ക്കാർ കൊണ്ടുവന്ന കാളയെ തിരിച്ചു കൊടുക്കരുത്. അതിനെ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തന്നെ കെട്ടണം. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ആവശ്യം വരും. BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വീട്ടിലേക്ക് ഈ കാളയുമായി BJP-ക്കാർക്ക് പ്രകടനം നടത്തേണ്ടി വരും. ഇതാണ് സതീശൻ പറഞ്ഞത്. കാളയെക്കൊണ്ട് പ്രകടനം നടത്തണമെങ്കിൽ അത് ഏതുതരം വാർത്തയാണ് പുറത്തു വരാനുള്ളതെന്ന് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് മാതൃക പിന്തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന വെല്ലുവിളി സന്ദീപ് വാര്യർ പിന്നാലെ തന്നെ നടത്തി. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ ആളാണ് സന്ദീപ് എന്നത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ വരാനുള്ളത് കോർ കമ്മിറ്റി അംഗത്തിനെതിരെയുള്ള ആരോപണമാണെന്നത് വ്യക്തം. CPM-നോട് അധികം കളിക്കരുതെന്നായിരുന്നു സതീശൻ്റെ മുന്നറിയിപ്പ്. ഞെട്ടിക്കുന്നൊരു വാർത്ത അധികം വൈകാതെ പുറത്തു വരുമെന്നും ഭീഷണി. കേവലം ഒരു കോൺഗ്രസ് നേതാവല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വാർത്ത വരും എന്നു തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞെട്ടാൻ കാത്തിരിക്കുകയാണ്. എന്നാലും CPM-ലെയും BJP-ലെയും ആ ഞെട്ടിക്കുന്ന നേതാക്കൾ ആരാവും മാങ്കൂട്ടത്തിൻ്റെ പിൻഗാമികളായി വരാൻ പോകുന്നത്?